ഹായ്, അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. രാവിലെ ഇന്ന് ദോശയാണ്. സ്കൂളിൽ പോയി, ട്യൂഷന് പോയി. അവന് 6 മണിയാകുമ്പോൾ പോകട്ടാ. അതുകൊണ്ട് സബോള ലേശം കട്ട് ചെയ്തിട്ടാണ് എണ്ണ പറ്റാൻ ഉപയോഗിക്കുന്നത്. തുണി എടുത്താൽ നമുക്ക് കൈ പൊള്ളാൻ നമുക്ക് ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് ഇല്ല പാത്രം. നോൺ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, ആദ്യം ഉണ്ടായിരുന്നു. നമുക്ക് അത് പൊളിഞ്ഞ കാരണം പുതിയ നമ്മൾ മേടിച്ചത് കേട്ടാ. കല്ല നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യം കല്ലനി നല്ലത്. പക്ഷെ അത്ര വലിപ്പമില്ല, ചെറിയതാ. മറ്റേ മസാല ദോശയൊക്കെ പറയുമ്പോ വലിയ ഇതായിട്ട് ഉണ്ടാക്കാം. പെട്ടെന്ന് കഴിയും ചെയ്തു. ചെറിയ കല്ലായ കാരണം നമുക്ക് തോനെ ഉണ്ടാക്കണം, പണിയുണ്ട്. നോൺ സ്റ്റിക്ക് ഉപയോഗിക്കില്ലെന്നാ പറയാ. പിന്നെ പക്ഷെ എല്ലാവരും എളുപ്പത്തിന് അതല്ല വെച്ചാൽ അടിയെ പിടിക്കുകയല്ലേ സുഖം. അത് പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് പണി വേഗം കഴിക്കാം. അതെല്ലാവരും നോക്കണത്. നമുക്ക് വെള്ളയപ്പത്തിന് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കൊഴുവ കറി വെക്കണം. ഇന്നലെയൊക്കെ കുറച്ചിട്ട് വറുത്തു. ഇന്ന് രാവിലെയും ആ കുസിനെ പറഞ്ഞയക്കാനായിട്ട് നമ്മൾ കുറച്ച് കൊഴുവ അതിനെടുത്തിട്ട് വറുത്തു കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് കറി വെക്കണം. രാവിലെ നല്ല മഴയായിരുന്നു. എണിക്കാൻ മടിയാ കേട്ടാ. മഴ കാരണം ക്ലാവിന്റെ അവസ്ഥ ആലോചിക്കുമ്പോളാ അതിന് മഴ കാണുമ്പോ മടിയാവോന്ന് എനിക്ക് പേടി തോന്നി. പിന്നെ അതിങ്ങനെ എനിക്ക് യാത്ര പോക്കോളൂ. ഈ രാവിലെ മഴ കാണുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര മടി. എല്ലാവർക്കും തോന്നുള്ളൂ. പിള്ളേരെ അവസ്ഥ എന്നിട്ടായിരിക്കും. ഏറ്റ് കിട്ടിയത് കുഴപ്പമില്ല, എണിക്കാനാണ് നമുക്ക്. ഞാൻ ഇതില് ഒരു വട്ടം ചപ്പാത്തി ചുട്ടാണെങ്കിൽ ഒരു പേടി ഉണ്ടായിരുന്നു, പിടിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷെ കുഴപ്പമുണ്ടായില്ല. ഉപ്പൊന്നും ഇല്ല കേട്ടാ. ഉപ്പുണ്ടോ ഇല്ല ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല, ഉപ്പൊക്കെ ഉണ്ട്. കറി ചട്നി ഉണ്ടാക്കണം. ഉണ്ടാക്കി കുറച്ച് ഒലിവ ടേസ്റ്റ് ഇത്തിരി കൂടുതലായി ഒന്നുണ്ടാവട്ടെ. ഒലിവ പൊടിഞ്ഞു പോയില്ല. ചുറ്റുള്ളത് അവിടെ ഇരിക്കാണ്. ഇതിന്റെ ഉള്ളിൽ മാത്രം പാടുള്ളൂ. അതാ കരിഞ്ഞതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാനിങ്ങനെ കറുത്തിരിക്കുന്ന സീക്രട്ട്. മനസ്സിലായ ചേട്ടൻ വേണേ കഴിച്ചോ. ഞാൻ കറുപ്പിനെ ഒരാള് കുറവ് മതി. സൈഡിലേക്കൊക്കെ എണ്ണ കഴിഞ്ഞിട്ടാ അതിയാക്കുമ്പോ അടിയില് പിടിക്കില്ല. ഉരുളില്ല. ചേട്ടനുണ്ടെങ്കിൽ ഈ പൊടി പെട്ടെന്ന് കഴിഞ്ഞില്ല. ഫുള്ളായിട്ട് ഉണ്ടാക്കിയ കാരണം പെട്ടെന്ന് കഴിഞ്ഞില്ല. ശരി, ഞാൻ തീ പിടിപ്പിക്കാൻ പോയതാട്ടാ. അപ്പൊ ചേട്ടൻ 2 ഉണ്ടാക്കി, ഫുള്ളായിട്ട് ഉണ്ടാക്കി. അത് കാരണം പെട്ടെന്ന് പണി കഴിഞ്ഞു. അങ്ങനെ വേണം. ക്ഷമില്ലേ. മോനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. അവന് പല്ല് ഓട്ടടിക്കാന്ന് ഡേറ്റ് കിട്ടി. ഇന്നല്ലേ 8-ാം തീയതി. എന്നാണ് ഡേറ്റ് കിട്ടിയേക്കണം. അപ്പൊ ട്യൂഷൻ കഴിഞ്ഞിട്ട് അവനെ കൊണ്ടുപോയിട്ട് അങ്ങനെ സ്കൂളിൽ പറഞ്ഞയക്കണം. അപ്പൊ ഒരു 7:30 മണിക്ക് ഇവിടുന്ന് സ്റ്റാൻഡ് വിടണം. ടീച്ചർമാരോട് പറഞ്ഞില്ല. ഇല്ല, അത് മെസ്സേജ് ഇടണം.
ചെയ്തിട്ടിട്ട് വേണപ്പോഴേക്കും ചോറാവണം. ചോറായി. ഇനി കൂട്ടാൻ കൂട്ടാനെന്ത് ദോശക്ക് ചട്നി അരിക്കാം. കൊഴുവക്കറിയില്ലേ? കൊഴുവ ഇതൊക്കെയുള്ളൂ. അതൊക്കെ നമുക്ക് വേഗം ആക്കാട്ടാ. ദോശക്ക് ഇനി ചട്നി ഉണ്ടാക്കണ്ടേ? ചട്നി ഉണ്ടാവും. നാളികേരം പിന്നെ ഇന്നലെ വൈകുന്നേരം പൊടിച്ച് കുഴപ്പമില്ല. ദോശ ശരിക്കും മറിച്ചിടില്ല അല്ലേ? ശരിക്കും മറിച്ചേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി ചിലവര് മറിച്ചിടുന്നവരുണ്ട് കേട്ടാ. ഒരു സൈഡ് മുരിയണം ശരിക്കും. പക്ഷെ നമ്മുടെ ഈ കല്ല് ജോന്തിൻ്റെ നമുക്ക് ദോശയുടെ ടേസ്റ്റ് വരുന്നില്ല. മസാല ദോശക്ക് ഉണ്ടാക്കണില്ല. ഭയങ്കര രസം. നെയ്യ് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കണത്. നെയ്യല്ല, നെയ്യ് ഇഷ്ടമില്ലാത്ത കാരനാ ഡാൽഡ. അത് മൊരിച്ചിട്ട് മൊരിഞ്ഞ് കിട്ടണത്. മൊരിഞ്ഞിട്ട് ഇതിങ്ങനെ നല്ല മയത്തിലല്ലേ മറ്റേതിങ്ങനെ വടി പോലെ ഇരിക്കും. തീ കുറയില്ല. തീ കുറഞ്ഞ എടുക്കാം. എനിക്ക് മസാല ദോശ പിന്നെ മസാല ദോശ നെയ്റോസ്റ്റൊക്കെ വേണ്ട. നമുക്ക് രണ്ടെണ്ണം നെയ്യ് ഒഴിച്ചുണ്ടാക്കിയാലോ? ഇതില് ഈ പാത്രം ചുവല്ലായി കുഴപ്പമില്ല, നമുക്ക് കഴിച്ചൂടെ. ഇഷ്ടമില്ല കേട്ടോ, അതാണ് ഈ പറയണത്. വേണ്ട. നമുക്കൊരു പാത്രം മേടിക്കാൻ കഴിയില്ല, വലിയ വട്ടനുള്ളത്. എന്നിട്ട് അതിൽ മസാല ദോശ ഉണ്ടാക്കാം. ഉണ്ടാക്കാം. മേടിക്കുമ്പോൾ കാശ് കൊടുക്കണം. അത് വേണം. വെറുതെ അമ്മാവന്റെ പാത്രക്കടയല്ല, കാശ് കൊടുത്ത് തന്നെ മേടിക്കണം. കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ പോട്ടെ തൽക്കാലം. ചേട്ടൻ വന്നില്ലേ? ഞാനൊന്നുമില്ല, അതിനത് ഞാൻ എല്ലാവരും കൂടി ഇവിടുന്ന് തോട്ടപ്പടിക്ക് പോയി അവിടുന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ മോനെ മണ്ണുത്തി പോയി കൊണ്ടുവന്ന് വീണ്ടും ഡോക്ടറെ കാട്ടിയുടെ വരുമ്പോ എത്ര മണിയാവും? എനിക്ക് വയ്യാണ്ടാവും. ഓ അതാ നീ തന്നെയല്ലേ വയ്യാണ്ടാവണ്ട, ഞാനും കൂടി വയ്യാണ്ടാവണ്ടല്ലോ. എന്തായാലും വയ്യാണ്ടാവും. അപ്പൊ പിന്നെ ഒരാൾ വയ്യാണ്ടായ പോലെ. എനിക്ക് വണ്ടി ഇല്ലാതെ ഒരു കുഴപ്പമാണ്. എനിക്ക് വണ്ടി ഉണ്ടെങ്കിൽ വേണ്ട, എനിക്ക് എന്ത് സുഖം. അതാ എനിക്കൊരു വണ്ടി എന്തായാലും മേടിക്കണം. ലൈസൻസ് എന്നിട്ട് എന്താ കാര്യം? ഒരു വണ്ടി ഇല്ലാട്ടോ എനിക്ക് രണ്ടും തന്നെ ലൈസൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ വണ്ടി ഇല്ല. വണ്ടി ഓടിക്കില്ല, പക്ഷെ ഓടിക്കില്ല, ലൈസൻസ് ഉണ്ടാവില്ല. ഇവിടെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ജീപ്പ് ഓടിക്കാൻ അറിയില്ല, ബുള്ളറ്റ് ഓടിക്കാൻ അറിയില്ല. ഞാൻ പഠിച്ചത് സ്കൂട്ടിയും കാറാണ്, അത് രണ്ടും കൂടി ഇല്ല. പിന്നെ എന്താ ചെയ്യാ? ഒരു കാറും സ്കൂട്ടിയും മേടിക്കാം. ചേട്ടൻ മേടിച്ചായോ? എനിക്ക് വേണം, നിന്റെ ആവശ്യമാണല്ലോ. അപ്പൊ എന്റെ ആവശ്യം കിട്ടിയോന്നല്ലേ പരിഹരിച്ചു തരാ, അല്ലാണ്ട് ആരാ? വരുമാനം ഉണ്ടാവണം. വരുമാനം ഇല്ലാണ്ട് നമ്മൾ അതിനെ കുറിച്ച് ആശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതല്ലേ ഞാൻ ആശിക്കാത്തത്. അപ്പൊ തൽക്കാലമായിട്ട് ഇപ്പൊ ചേട്ടന്റെ കൂടെ വരിക. ആഗ്രഹിക്കാൻ പാടില്ല ഒന്നും. ഇപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാം. എങ്ങനെയുണ്ട് ഐഡിയ? എന്നാ ചേട്ടടി ഇരുന്നോ, ഞാൻ പോയിക്കോളാം. ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കിയോളാം, വഴി തെറ്റി പോയോന്നറിയാൻ. ഈ വഴി തെറ്റില്ല, എനിക്ക് എൻ്റെ ഉറപ്പുണ്ട്. അതാ വിശ്വാസം, അതല്ലേ അല്ല. അല്ല എന്നാ വിശ്വാസമൊക്കെ ഉണ്ടായത്. എന്തായി? ഇതിൽ പച്ചമുളക് അരിഞ്ഞിടുന്നു, ഇനി ഇത്തിരി ഇഞ്ചി കഷ്ണം. ചള്ളു മുളകാന്ന് തോന്നില്ല. ആദ്യം മൂപ്പില്ല, അവരുടെ കൂടി എന്തിട്ടേ. എന്തായി ദോശ? അത് മറിച്ചെടുത്തിട്ട് തീ കൂട്ട്, ഇല്ലെങ്കിൽ കല്ലച്ച് പോകും. ഇത് അത് ഉഴുന്നിന്റെ അല്ല, അത് മഴക്കാലം ആകുമ്പോ നമ്മളുണ്ടല്ലോ നേരത്തെ കൂട്ടിയിട്ട് അരി വെള്ളത്തിലിടണം. നേരത്തെ ഇത് ഞാൻ വൈകിട്ട് 6 മണിക്ക് ഇട്ടേ. അതിൻ്റെതായ ഒരു ഇത് കുറവുണ്ട് കേട്ടോ ദോശക്ക്. ഇത് അത്ര അങ്ങോട്ട് പോരാന്ന് തോന്നുന്നു. അല്ല, ഈ വേനൽക്കാലാണെങ്കിൽ പെട്ടെന്ന് വേറി അത് റെഡിയാവും. ഇത് ഇവിടെ ഇങ്ങനെ മൊരിയില്ല, അത് ഇങ്ങനെ പഞ്ഞുമാരിക്കുള്ളൂ.
നമ്മുടെ ലാസ്റ്റ് ദോശയാണ് കേട്ടോ, ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അതിനിടയിൽ കരണ്ട് പോയി. ഇതേ നമ്മുടെ കൊഴുവയ്ക്കുള്ള ഗ്രേവി സെറ്റാക്കാണ് കേട്ടോ. നമ്മൾ മഴക്കാലമായാലേ പുളികളൊന്നും കാര്യമായിട്ട് ഉണ്ടാവുന്നില്ല. ഉണ്ടാവണത് ഈ മലയെണ്ണ വന്ന് കടിച്ചിടുക, വെറുതെ ഒരേ കടി കടിച്ചോണ്ടിട്ടിട്ട് പോവാ. അവർക്ക് ഒന്നുമില്ല ദേഷ്യം കാണിക്കും. മഴക്കാലമായപ്പോ അവർക്ക് തിന്നാനൊന്നുമില്ലല്ലോ. ചക്ക ഉണ്ടായിരുന്നല്ലോ. ചക്കയൊന്നും വേണ്ട, തോന്നുന്നു ചക്ക അവിടെ പഴുത്ത് കിടക്കുന്നുണ്ട്. ഈ പുളിയുള്ളത് എങ്ങനെയാ അവർ തിന്നണാവോ അല്ലേ? അത് കടിച്ചിട്ടേ പല്ലിന് പുളി കിട്ടാനാവും, കടിച്ച് കളയണത്. അതിനെല്ലതും അതെ തേങ്ങയും എന്തിട്ടാ അവരെ കണ്ണില് കണ്ടെച്ചെങ്കി അതെല്ലാം കടിച്ചവര് കളയും. നശിപ്പിച്ച് കളയാന്ന് പറയുന്നത് കൊരങ്ങോള് വിചാരിക്കും ഇപ്പൊ താഴെ വീഴുന്നു. ഒരു ഞാരിമേലെ ഒരു അപ്പുറത്തെ മരത്തേക്ക് ചാടി കിടക്കൂട്ടാ. വല്ലാണ്ട് ശല്യായി ഇപ്പൊ. ആനയും പുലിയും വരെ എത്തി, പിന്നെ മലയാണ്. നല്ല കാര്യല്ലേ. കൊരങ്ങോള് വന്നതൊന്നല്ല, കൊരങ്ങ അക്രമം. ഞാൻ അതിന്റെ കൂടി ഒരു കുറവുള്ളൂ. ഇവിടെ അവിടെ നിന്നൂടിയിലേക്ക് ഉണ്ട് കേട്ടാ. ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ ആനന്ദനഗർ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കത് എനിക്ക് മുളകും മല്ലിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അവിടെ പുളി ഇട്ട് കൊടുക്കാം. തീ കെട്ടാ. ഇത് എണ്ണയിൽ കിടന്ന് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ കൊഴുവ കുറച്ചുള്ളൂ കേട്ടോ. ഇത് ശനിയാഴ്ച നമ്മൾ മേടിച്ചതാണ്. അത് കുറച്ചായിട്ട് നമ്മൾ ഇന്നലെ വറുത്തു. ഇന്ന് രാവിലെ കുറച്ച് വറുത്തു. ബാലൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത് കേട്ടോ. അത് ഇന്നത്തെ കഴിക്കണം. കാരണം നാളെ ചൊവ്വാഴ്ച, നാളെ മീനൊന്നും പറ്റില്ല. ഞങ്ങൾ ഉപയോഗിക്കില്ല, ഉപയോഗിക്കാറില്ല. അപ്പോൾ അത് എടുത്തേക്കിയ കാരണം ഇന്നത്തെ കഴിയാറായി. കൂട്ടാൻ വയ്ക്കേണ്ട കാര്യത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടാ. പച്ചക്കറിയോട് ചേട്ടന് വലിയ താല്പര്യമില്ല. ചേട്ടനും മോനും ആയാലും അതെ. അപ്പൊ എന്തെങ്കിലും മീൻ ഉണ്ടായ മീൻ കുറച്ചായാലും കുഴപ്പമില്ല, ആയാലും മണം കിട്ടിയാലും മതി ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പൊ ഇന്നത്തെ ഇങ്ങനെ പോട്ടാ. പിന്നെ എന്തെങ്കിലും ചമ്മന്തി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം കാച്ചി അങ്ങനെ എന്തെങ്കിലും ഇന്നത്തെ അത് കഴിഞ്ഞു കിട്ടും. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കണം കേട്ടോ. ഭയങ്കര ശബ്ദം കേടണോ? ഏയ് അത് വലിയ തേങ്ങ ഇതിൻ്റെയാണോ? അല്ലല്ലോ, അവിടത്തെ ഡീൻകുട്ടി മധുരം ഉണ്ടാവാൻ വഴിയുണ്ട്. എനിക്ക് വേണ്ട. അന്നേരം കളഞ്ഞില്ല തേങ്ങ നല്ലേന്ന് കരുതി ഞാൻ കുടിച്ചു. നമുക്ക് ചട്നി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ചട്നിയിലേക്ക് നാളികേരം ചെയ്യുന്നൊരു കുറച്ച് നാളികേരപ്പാലിൽ ഒഴിക്കില്ല കേട്ടോ. അധികം വേണ്ട, അധികം ഒരു മധുരാവും. ഇതിൻ്റെ എരിവിൻ്റെ കുത്തൊക്കെ പോകാനായിട്ട് കുറച്ചെടുത്തിട്ടുള്ളൂ. നമ്മുടെ എണ്ണ അവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. സമയം പോയിട്ട് 7:15 7:30 എനിക്ക് പോവാനുള്ളതാ. 7:30 പോകുന്നു. 7:30 പോവാൻ പറ്റുമോ എനിക്കറിയില്ല.
ഇത് കൊടുത്തൊരിഞ്ഞ് വരുമ്പോൾ 8:30. എനിക്ക് 10 മിനിറ്റ് മതി, 10 മിനിറ്റ്. നോക്കാം, കാണാതെ കഴിപ്പിച്ചു. അതെ, ചട്നി നാളികേരം ചൂടായി ടേസ്റ്റ് കൂട്ടാൻ എനിക്ക് ധൃതിയിലേക്ക് കൊണ്ടുപോയി വെച്ചേരം. പിന്നെ നമ്മളിപ്പോ പാത്രത്തിലേക്കാണ് കഴിക്കാം. ഇത് ചൂടാക്കില്ലേ അപ്പോൾ? പച്ചച്ചട്നി ടേസ്റ്റും ആദ്യം ഇത് നമ്മൾ ടേസ്റ്റ് ഉണ്ടാകുന്നില്ലല്ലോ. ഇതിങ്ങനെ ചെയ്യാറില്ല. ഉപ്പ് ഒഴിക്കണോ? നോക്കിയിട്ട് ഒഴിക്കി. പാകോ ഇളകിക്കില്ല. അപ്പോൾ അതാണ് ഡെയ്ലി ഒഴിക്കുന്നവർക്ക് കൂടില്ല കഴിക്കാം. അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ദോശയും ചായയും അപ്പൊ 5 മിനിറ്റുള്ളിൽ ഞാൻ യാത്ര ചെയ്താ ചേട്ടൻ പറഞ്ഞ എനിക്ക് 1.5 മണിക്കൂർ വേണം. 5 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. എനിക്ക് പൊതുവെ ബ്യൂട്ടി ഉള്ളത് കൊണ്ട് പിന്നെ നേരത്തെ 7:15 ഉണ്ടായിരുന്നല്ലോ. അത് തിരിച്ചു വെച്ചോ നീ? അതാണ് കാരണന്മാർക്ക് ഇത്തിരി ബ്യൂട്ടീഷ്യനൊന്നും പോവാറില്ല. അപ്പൊ നമ്മള് ധൃതിയിൽ കഴിക്കാൻ പോവാണ്. വീഡിയോ ഇതൊക്കെയാണ് കേട്ടാ ഇന്നത്തെ വിശേഷം. നാളത്തെ ഇതൊക്കെയായിരുന്നു പരിപാടികള്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുകയും ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.